ഹായ് ഗായ്സ്, ഇന്നൊരു അറേഞ്ചിങ് വീഡിയോ ആണ്. എനിക്ക് ഗ്രോസറീസും വെജിറ്റബിൾസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് മോർണിംഗ് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1 വീക്കിലേക്കുള്ള എല്ലാ വെജിറ്റബിൾസും വാങ്ങിയിട്ട് വന്നു. ഞാൻ ഫോൺ എടുക്കാൻ മറന്നു കേട്ടോ ഗൈസ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം വീട്ടിൽ വന്നതിന് ശേഷം ഇത് അറേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതിയേ. ഞാനിങ്ങനെ സിബ്ലോക്ക് ബാഗിലാണ് കേട്ടോ വെജിറ്റബിൾസ് സൂക്ഷിക്കാറ്. എനിക്ക് തോന്നുന്നു 10 ദിവസം വരെ ആ ഒരു ഫ്രഷ്നെസ് അങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ. അതുകൊണ്ട് ഞാനൊരു 6 മന്ത്സ് ഒക്കെ ആയിട്ട് ഇത് തന്നെയാണ് ഫോളോ ചെയ്യാറ്. ഒരാഴ്ചയ്ക്ക് എന്തൊക്കെ വെജിറ്റബിൾ വാങ്ങണമെന്ന് പ്രീ പ്ലാൻ ചെയ്തിട്ടാട്ടോ ഞങ്ങൾ മാർക്കറ്റിൽ പോകാറ്. ഈ പാവയ്ക്കൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലേ, പുള്ളിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് മേടിക്കുന്നു മാത്രം. ഈ വാഴപ്പൂവിനൊക്കെ ഇവിടെ 15 രൂപയാണ്. നാട്ടിൽ പോകുമ്പോൾ ഞാൻ വിചാരിക്കും അവിടെ നിന്ന് കൊണ്ടുവരണമെന്ന്. ഞാൻ ചെല്ലുമ്പോഴൊക്കെ പറിക്കാനുള്ളൊരു ടൈമും ഉണ്ടാവില്ലായിരിക്കും, ചിലപ്പോൾ അവിടെ കിട്ടാനും ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ പിന്നെ ഇവിടെ പോകുമ്പോൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കും. ഈ ലോങ് ബീൻസൊക്കെ സാധാരണ ഇവിടെ കിട്ടാറുണ്ടായിരുന്നില്ല മുമ്പൊക്കെ, ഇപ്പോൾ ഒക്കെ കിട്ടിത്തുടങ്ങി. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു വെജിറ്റബിൾ ആയതുകൊണ്ട് ഞാൻ കിട്ടുമ്പോഴൊക്കെ ഇത് മേടിച്ച് വെക്കുവേ. ഇവിടുത്തെ മോർണിംഗ് മാർക്കറ്റ് കാണാൻ നല്ല രസമാണ്. ഊട്ടിയിൽ നിന്നാണ് കൂടുതലും വെജിറ്റബിൾസ് വരണതെന്നാണ് അവർ പറയാറ്. ഉരുളക്കിഴങ്ങാണെങ്കിലും ബീറ്റ്റൂട്ടും ക്യാരറ്റും ഒക്കെ ഊട്ടിയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. പിന്നെ ഇവിടെ വയസ്സായ ആൾക്കാർ അവരുടെ സ്വന്തം കൃഷി സ്ഥലത്തെ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്ന് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിക്കാറുണ്ട് കൂടുതലും ഞാൻ. കാരണം നല്ല ഫ്രഷ് ആയിരിക്കും. അവർ ഓർഗാനിക് ഫാമിംഗ് ആയിരിക്കും കൂടുതൽ ഫോളോ ചെയ്യുന്നുണ്ടാവുക. അത്ര അധികമൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു ക്വാണ്ടിറ്റി അവർ കൊണ്ടുവരുള്ളൂ. ഇവിടെ എല്ലാ ദിവസവും മോർണിംഗ് മാർക്കറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ സൺഡേ മാർക്കറ്റിലാണ് കൂടുതൽ പോവാറ്. പിന്നെ ഹസ്ബൻഡ് ക്ലിനിക്കിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ വന്ന് ചെയ്തു തരാറുണ്ട് കേട്ടോ. എനിക്ക് ഇവിടുത്തെ ആൺകുട്ടികളോട് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് തോന്നിയിട്ടുള്ളൊരു കാര്യം അത് തന്നെയാണ് കേട്ടോ. എല്ലാ കാര്യങ്ങൾക്കും വൈഫിനെ ഹെൽപ്പ് ചെയ്യും. അത് ഡിഷ് വാഷിങ്ങിലാണെങ്കിലും ക്ലീനിങ്ങിലാണെങ്കിലും വീട്ടിലുള്ള ഏത് ജോലിയാണെങ്കിലും അവരും കൂടെ നിന്ന് ചെയ്യാറുണ്ട്. അതിപ്പോൾ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് ഒരു അത്ഭുതമായിട്ടുള്ള കാര്യം. എൻ്റെ അമ്മയൊക്കെ എന്നോട് ചൂടായിട്ട് പറയാറുണ്ട് കേട്ടോ, നീ എന്തിനാ അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കണേന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു ആൺകുട്ടികൾ ഇതൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണ്. പെൺകുട്ടികളെ ഒരുപാട് ഫ്രസ്ട്രേഷനെന്നും സ്ട്രെസ്സെന്നും ഒക്കെ റിലീഫ് ചെയ്യാൻ അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ അപ്പയൊന്നും ഇങ്ങനെ ഒരു ജോലിയും ചെയ്യുന്നത് കണ്ടിട്ടല്ല വളർന്നത്. എല്ലാം എൻ്റെ അമ്മ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറുമ്പോൾ ഒരു റിലീഫ് തന്നെയാണ്. അപ്പോൾ ഓക്കെ, ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.